നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അന്തരിച്ച അലൈൻ മേഖലയിലെ അബുദാബി ഭരണാധികാരിയുടെ പ്രതിനിധി ഷേഖ് തഹ്നൂൻ ബിൻ മുഹമ്മദ് അൽ നഹിയാന്റെ ഭൗതിക ശരീരം കബറടക്കി. അബുദാബിയിലെ അൽ ബത്തീനിലുള്ള ഷേഖ് സുൽത്താൻ ബിൻ സായിദ് ഒന്നാം പള്ളിയിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് UAE പ്രസിഡന്റ് ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ നേതൃത്വം നൽകി. ഷേഖ് തഹ്നൂൻ ബിൻ മുഹമ്മദ് അൽ നഹിയാൻ അന്തരിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു. സുപ്രീം കൌൺസിൽ അംഗവും റാസൽ ഖൈമ ഭരണാധികാരിയുമായ ഷേഖ് സൌദ് ബിൻ സഖർ അൽ ഖാസിമയും അൽ നഹിയാൻ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളും പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്നു. അബുദാബിയിലെ അൽ ഖത്തീൻ ഖബർസ്ഥാനിലായിരുന്നു ഷേഖ് തഹ്നൂനിന്റെ മയ്യത്ത് കബറടക്കിയത്. ഷേഖ് തഹ്നൂൻ ബിൻ മുഹമ്മദ് അൽ നഹിയാൻ, ഷേഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. പ്രസിഡൻഷ്യൽ കോടതിയാണ് പ്രസിഡന്റിന്റെ അമ്മാവൻ കൂടിയായ ഷേഖ് തഹ്നൂൻ അന്തരിച്ച വിവരം ഇന്നലെ പുറത്തുവിട്ടത്. 7 ദിവസത്തേക്ക് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടുന്നതടക്കം ഔദ്യോഗിക ദുഃഖാചരണവും പ്രസിഡൻഷ്യൽ കോർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അബുദാബി എക്സിക്യൂട്ടീവ് കൌൺസിൽ ഡെപ്യൂട്ടി ചെയർമാനും അബുദാബി നാഷണൽ ഓയിൽ കമ്പനി ചെയർമാനും സുപ്രീം പെട്രോളിയം കൌൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്നു ഷേഖ് തഹ്നൂൻ പ്രവർത്തിച്ചത്. ദുബായിലേക്കും ഷാർജയിലേക്കുമുള്ള നഗരത്തിലെ ബന്ധം മെച്ചപ്പെടുത്തിയതിനു ശേഷം 2018 നവംബറിൽ അലൈനിൽ നിന്ന് ദുബായിലേക്കുള്ള റോഡിന് ബഹുമാനാർത്ഥം അദ്ദേഹത്തിന്റെ പേര് നൽകുകയും ചെയ്തിരുന്നു. ഷേഖ് തഹ്നൂൻ ബിൻ മുഹമ്മദ് അൽ നഹിയാന്റെ മയ്യത്ത് സംസ്കാരത്തിന് എല്ലാവരും പങ്കെടുത്ത ദൃശ്യങ്ങളടക്കമുള്ളവ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. UAEയുടെ ആദ്യ പ്രസിഡന്റ് അന്തരിച്ച ഷേഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ അടുത്ത കൂട്ടാളിയായിരുന്നു ഷേഖ് തഹ്നൂൻ. കിഴക്കൻ മേഖലയിലെ ഭരണാധികാരിയുടെ പ്രതിനിധിയായി സേവനമനുഷ്ഠിച്ച ഷേഖ് തഹ്നൂൻ അലൈനിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും കാര്യങ്ങളിൽ നന്നായി ഇടപെടുകയും ചെയ്തിരുന്നു. ഷേഖ് സായിദ് പൂർണ്ണ വിശ്വാസം അർപ്പിച്ചവരിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1966 സെപ്റ്റംബർ 11 കൃഷി വകുപ്പിന്റെ ചെയർമാനും അലൈൻ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനുമായി ആദ്യമായി ഔദ്യോഗിക സ്ഥാനക്കയറ്റം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ് സ്ഥാപിക്കുന്നതിൽ ഷേഖ് തഹ്നൂൻ നിർണായക പങ്ക് വഹിച്ചു. 1971 ഡിസംബർ 2 യൂണിയൻ പ്രഖ്യാപനത്തിൽ കലാശിച്ച പ്രശ്നങ്ങളിൽ ഷേഖ് സായിദുമായി ചേർന്ന് പ്രവർത്തിച്ചു. 1971 ജൂലൈ 1 മുതൽ അദ്ദേഹത്തെ മുനിസിപ്പാലിറ്റി കൃഷി മന്ത്രിയായും അതേ വർഷം ഓഗസ്റ്റ് 9 അബുദാബി എമിറേറ്റിന്റെ കിഴക്കൻ മേഖലയിലെ ഭരണാധികാരിയുടെ പ്രതിനിധിയായും നിയമിതനായിരുന്നു. 1972 ജൂലൈ 8 അബുദാബി ഫണ്ട് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് അറബ് എക്കണോമിയുടെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു. 1973 നാഷണൽ ഓയിൽ കമ്പനി അബുദാബിയുടെ ചെയർമാനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.